പത്തനംതിട്ടയിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അനാമികയും തന്റെ കാമുകനും കൂടി ഹോട്ടലിൽ റൂം എടുക്കുകയും അത് നന്ദു മണത്തറിഞ്ഞ് ആ ഹോട്ടൽ റെയ്ഡ് ചെയ്ത് പൊക്കുകയും ചെയ്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. ഹോട്ടൽ റൂമിനുള്ളിലേക്ക് പോലീസ് ഇരച്ചു കയറിയപ്പോഴേക്കും അനാമിക ആദ്യമൊന്ന് ഭയന്നുവെങ്കിലും നന്ദു ആണ് എന്ന് മനസ്സിലായപ്പോഴേക്കും നന്ദുവിന്റെ മുമ്പിൽ കുറെ ഷോ ഓഫ് ഒക്കെ നടത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പണികളെല്ലാം നിമിഷ നേരം കൊണ്ട് പാളിപ്പോയി. എന്നാൽ അനാമികയ്ക്കും കാമുകനും ഇവിടെ ലഭിച്ച ഏറ്റവും വലിയൊരു ആശ്വാസം നന്ദു അവരെ അറസ്റ്റ് ചെയ്തില്ല, അത് കേസാക്കിയില്ല എന്നുള്ളതായിരുന്നു. എങ്കിലും ഹോട്ടൽ റൂം റെയ്ഡ് ചെയ്യുന്നതും അനാമികയെയും കാമുകനെയും ഹോട്ടൽ റൂമിൽ നിന്നും കയ്യോടെ പിടികൂടുന്നതിന്റെയും എല്ലാം ദൃശ്യങ്ങൾ നന്ദുവിന്റെ കൂടെയുണ്ടായിരുന്ന പോലീസുകാർ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് നന്ദു അനാമികയുടെ കാമുകന് കർശനമായിട്ടുള്ള താക്കീത് നൽകി. അതായത് ഇനി ജീവിതത്തിൽ ഒരിക്കലും അവളുമായി ബന്ധപ്പെടുവാൻ പാടില്ല എന്ന് പറഞ്ഞ് അയാളെ ഒഴിവാക്കി വിടുകയാണ്. തുടർന്ന് അനാമികയോട് പറയുന്നുണ്ട്, നിന്നെ ഇപ്പോൾ ഞാൻ അകത്താക്കുന്നില്ല, അതിന്റെ കാരണം എന്താണെന്നും നിനക്ക് തന്നെ അറിയാം. ഞാൻ അതിനുവേണ്ടി മുതിരാതിരിക്കുന്നത് അനന്തപുരി തറവാടിനെ ഓർത്തിട്ടാണ്, അല്ലാതെ നിന്നെയോ നിന്റെ തന്തയോ തള്ളയോ കണ്ടിട്ടല്ല ഒരിക്കലും ഞാൻ മൗനമായിരിക്കുന്നത്. തൽക്കാലം നിനക്ക് പോകാം, പക്ഷേ നീ കൂടുതൽ അഹങ്കരിക്കരുത്. നീ എപ്പോഴാണോ പത്തി പൊക്കുന്നത് ആ സമയത്ത് എല്ലാത്തിൻ്റെയും തെളിവ് എൻ്റെ കയ്യിൽ കൃത്യമായിട്ടുണ്ട്, ഇത് ഞാൻ പുറത്തുവിടും. ഇത് പറഞ്ഞ് അനാമികയെയും അവിടെ നിന്ന് നന്ദു പറഞ്ഞു വിടുകയാണ്. എന്നാൽ അനാമിക പോയതിനു ശേഷം ഉടൻ തന്നെ നന്ദു അനിയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. അനിയുടെ ഫോണിലേക്ക് നന്ദുവിന്റെ കോൾ വന്നപ്പോഴേക്കും അനിക്ക് ഭയങ്കര സന്തോഷമായി. അനി വലിയ താല്പര്യത്തോടു കൂടി ഫോൺ അറ്റൻഡ് ചെയ്ത്, നന്ദു എന്താ വിളിച്ചത്, നിന്റെ കോൾ വന്നത് എനിക്ക് ഒരുപാട് സർപ്രൈസ് ആയിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നന്ദു വളരെ ഗൗരവത്തോട് പറയുകയാണ്, അനി, നിന്നെ എനിക്ക് വളരെ അത്യാവശ്യമായിട്ടൊന്ന് കാണേണ്ടതായിട്ടുണ്ട്. നീ ഇപ്പോൾ ഫ്രീ ആണോ? അതെ നന്ദു, ഞാനിപ്പോൾ ഫ്രീ ആണ്. എവിടെ വരണം എന്ന് പറഞ്ഞാൽ മാത്രം മതി. അതെ, നമ്മൾ രാവിലെ നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഫ്രണ്ട്സുമായി കാണുന്ന സ്ഥലം, അവിടെ തന്നെ എത്തിയാൽ മതി. ഞാൻ അവിടെ നിന്നെ വെയിറ്റ് ചെയ്യും. ഇത് പറഞ്ഞ് നന്ദു ഫോൺ കട്ട് ചെയ്യുകയാണ്. നന്ദു തന്നെ വ്യക്തിപരമായി കാണുവാൻ വേണ്ടി ക്ഷണിച്ചപ്പോഴേക്കും അനിയുടെ ഹൃദയത്തിന് ഭയങ്കരമായ സന്തോഷമാവുകയാണ്. ഉടൻ തന്നെ താൻ തന്റെ വണ്ടിയിൽ കയറിയിട്ട് നന്ദുവിനെ കാണുവാൻ വേണ്ടി ഓടിച്ചു പോവുകയാണ്. നന്ദു പറഞ്ഞതുപോലെ തന്നെ അനിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അനി വളരെ സന്തോഷത്തോടു കൂടിയാണ് എത്തുന്നത്. അനി പറയുന്നുണ്ട്, നന്ദു, ഞാൻ ഒരിക്കലും നിന്നിൽ നിന്നും ഇങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. നീ എന്നെ മാക്സിമം ഒഴിവാക്കുകയാണെന്നായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്ത. എങ്കിലും നിനക്ക് എന്നെ കാണണമെന്ന് തോന്നിയല്ലോ. നീ എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നന്ദു പറയുകയാണ്, അനി, നിന്നെ കാണാൻ വേണ്ടിയോ നിനക്കൊപ്പം ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയോ ഒന്നുമല്ല ഞാനിപ്പോൾ വിളിച്ചത്. ദേ, നിനക്കറിയാലോ, ഞാനിപ്പോൾ ഡ്യൂട്ടി ടൈമിലാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്നെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. എന്താ നന്ദു, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. അല്ല, നിന്റെ ഭാര്യ എവിടെ? അനാമിക, അവൾ അനന്തപുരിയിൽ തന്നെ ഉണ്ടോ? അവൾ രാവിലെ അവളുടെ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ഓ, അത് ശരി. എന്തു പറ്റി നന്ദു? അല്ല, വീട്ടിൽ പോകാൻ ഇറങ്ങിയവൾ അവിടെ എത്തിയോ? നീ അതിനെക്കുറിച്ച് അന്വേഷിച്ചോ? അങ്ങനെയുള്ള അന്വേഷണങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ അവൾ വീട് വിട്ടു പോകും, തോന്നുമ്പോൾ അവൾ കയറി വരികയും ചെയ്യും. ഇതൊന്നും ഞാൻ അന്വേഷിക്കാൻ പോകാറില്ല. ഓ, അത് ശരി. അല്ല, ഇതൊക്കെ എന്താണ് നന്ദു പതിവില്ലാതെ ഇങ്ങനെ എന്നോട് ചോദിക്കുന്നത്? അത് പറയാൻ വേണ്ടി തന്നെയാണ് വന്നത്. ഇന്ന് നിന്റെ ഭാര്യയെ ഞാൻ കാണാൻ പാടില്ലാത്തൊരു സാഹചര്യത്തിൽ കണ്ടു. ഞാൻ കയ്യോടെ പിടികൂടുകയും ചെയ്തു. ഓ, അത് ശരി. വല്ല പാർക്കിലോ ബീച്ചിലോ അവളുടെ കാമുകന്റെ കൂടെ കറങ്ങി നടക്കുന്നതായിരിക്കും അല്ലേ? അല്ല, ഹോട്ടലിൽ നിന്നാണ് പിടിച്ചത്. ഹോട്ടൽ റെയ്ഡ് ചെയ്ത് ഹോട്ടൽ റൂമിനകത്ത് അനാശാസ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസ് റെയ്ഡ് ചെയ്ത് പിടിച്ചതാണ്. അതിന്റെ കൃത്യമായിട്ടുള്ള റെക്കോർഡുകളെല്ലാം എൻ്റെ ഫോണിനകത്തുണ്ട്. തുടർന്ന് ദേ ഇത് കാണു എന്ന് പറഞ്ഞ് അനിയുടെ നേരെ നന്ദു ഈ റെക്കോർഡുകളൊക്കെ കാണിക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോഴേക്കും അനി പെട്ടെന്നൊന്ന് ഞെട്ടുന്നുണ്ട്. തുടർന്ന് അല്പനേരത്തെ മൗനത്തിന് ശേഷം ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അല്ല, ഞാൻ എന്തിനാണ് അവളെ ഓർത്ത് വേവലാതിപ്പെടുന്നത്? എനിക്കും അവൾക്കും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളുമില്ല. വെറുതെ ഒരു ഭാര്യ എന്ന് പറയുന്നത് പോലെ മറ്റുള്ളവരുടെ മുൻപിൽ കുറെ നാളുകളായിട്ട് അഭിനയിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അവളായി അവളുടെ പാടായി. അല്ല, നന്ദു എന്തിനാണ് അവളെ റെയ്ഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടി പോയത്? അവൾക്ക് ഇഷ്ടമുള്ളവന്റെ കൂട്ടത്തിൽ അവൾ പോകട്ടെന്ന് വെക്കരുതോ? ഇല്ല അനി, ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ല. കൃത്യമായിട്ടുള്ള തെളിവുകളോടുകൂടി തന്നെയാണ് അനാമിക ഇപ്പോൾ നമ്മൾ പിടിച്ചിരിക്കുന്നത്. തൽക്കാലം ഞാൻ അവളുടെയും കാമുകന്റെയും പേരിൽ കേസൊന്നും എടുത്തിട്ടില്ല. ഇരുചെവി അറിയാതെ ഈ വിഷയം ഒതുക്കി വിട്ടിട്ടുമുണ്ട്. അതിന്റെ കാരണം എന്തുകൊണ്ടാണെന്ന് എനിക്ക് തന്നെ അറിയാമല്ലോ. അനന്തപുരി തറവാടിനെ ഓർത്തിട്ടാണ്, മൂർത്തി സാറിനെ ഓർത്തിട്ടാണ്, മൂർത്തിസ് ജ്വല്ലറിയെ ഓർത്തിട്ടാണ്. ഈ വാർത്ത പുറത്തു വിട്ടു കഴിഞ്ഞാൽ പിന്നെ അനന്തപുരിക്കാർക്ക് തല ഉയർത്തി നടക്കുവാൻ കഴിയില്ല. പക്ഷേ നീ ഇതറിയണം, അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിന്നെ വിളിച്ചു പറഞ്ഞത്. പക്ഷേ അനി തിടുക്കപ്പെട്ടൊരു തീരുമാനത്തിലേക്ക് എത്തരുത്. വളരെ ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായതുകൊണ്ട് ബുദ്ധിപരമായിട്ട് മാത്രമേ ഇതിനകത്തൊരു തീരുമാനത്തിലേക്ക് എത്താൻ പാടുള്ളൂ.
എന്തായാലും ആ ഫോൺ റെക്കോർഡുകളൊക്കെ ഞാൻ നിനക്ക് വാട്സാപ്പിലേക്ക് അയച്ചു തരാം. ഇത് പറഞ്ഞിട്ട് ആ ഹോട്ടൽ റൂമിൽ നിന്നും ലഭിച്ച ദൃശ്യങ്ങളൊക്കെ നന്ദു അനിയുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. തുടർന്ന് മറ്റൊരു കാര്യവും അനിയുമായി സംസാരിക്കാതെ നന്ദു അപ്പോൾ തന്നെ ജീപ്പിൽ കയറി യാത്രയാവുകയാണ്. തുടർന്ന് കാണുന്നത് വലിയൊരു ബമ്പർ ലോട്ടറി അടിച്ച സന്തോഷത്തോടു കൂടി അനന്തപുരിയിലേക്ക് അനി പാഞ്ഞു പോകുന്ന കാഴ്ചയാണ്. അവിടെ എത്തിയതിനു ശേഷം തന്റെ അമ്മയായ ജാനകിയെ വിളിച്ചിട്ട് തന്റെ ഫോണിലേക്ക് നന്ദു അയച്ചു കൊടുത്ത റെക്കോർഡുകളെല്ലാം കാണിച്ചിട്ട് ഹോട്ടലിൽ റെയ്ഡ് നടന്നതും അനാമികയെ കൈയോടുകൂടി നന്ദു പിടിച്ചതും ഒടുവിൽ കേസെടുക്കാതെ പറഞ്ഞു വിട്ടതുമെല്ലാം വിശദീകരിച്ചു പറയുകയാണ്. സ്വന്തം മകനേക്കാൾ അധികം താൻ ഏറെ സ്നേഹിച്ചിരുന്ന തന്റെ പ്രിയപ്പെട്ട മരുമകൾ അവൾ അനാശാസ്യത്തിന് പിടിക്കപ്പെട്ടു എന്നുള്ള ആ വാർത്തയും അതിന്റെ തെളിവുകളും കണ്ടതോടുകൂടി ജാനകി ആകെ തകർന്ന അവസ്ഥയിലായി. ഷോക്കടിച്ചതുപോലെ എന്തു മറുപടി പറയണമെന്നറിയാതെ അനിയുടെ മുമ്പിൽ തല കുനിച്ചു നിൽക്കുകയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, അമ്മേ, ഞാൻ എത്രയോ നാളുകളായിട്ട് ഇവള് ശരിയല്ല എന്ന് നിങ്ങളോട് പറഞ്ഞതാണ്. ലോകത്ത് ആരെ വേണമെങ്കിലും എനിക്ക് പറഞ്ഞു വിശ്വസിപ്പിക്കാം. പക്ഷേ അമ്മയെ മാത്രം പറഞ്ഞെനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അമ്മ അത്രമാത്രം അന്ധമായിട്ട് അവളെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുകയാണ്. ഇത് കണ്ടിട്ട് ഇനിയെങ്കിലും അമ്മയ്ക്ക് ഇതിനകത്തൊരു തീരുമാനമെടുക്കാൻ കഴിയണം. ഇപ്പോൾ തന്നെ എൻ്റെ ജീവിതം ഒരു വഴിക്കായിരിക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടി അനി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. തുടർന്ന് കാണുന്ന കാഴ്ച, ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് ജാനകി അജയനെ വിളിച്ചു വരുത്തുകയാണ്. അജയൻ തിരക്കിനിടയിൽ വീട്ടിലേക്ക് ഓടി വരുന്ന സമയത്ത് തന്നെ ബെഡ്റൂമിലേക്ക് വിളിച്ചു കയറ്റി കുറ്റിയിട്ടതിന് ശേഷം താൻ അറിഞ്ഞതും കണ്ടതുമായ കാര്യങ്ങളെല്ലാം അജയനോട് ജാനകി വിവരിച്ചു പറയുകയാണ്. ജാനകി വിങ്ങിക്കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. ജാനകി പറയുന്നുണ്ട്, എന്നാലും അവൾക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞല്ലോ. അനിയുടെ കാര്യം പോട്ടെ, ഈ വീട്ടിൽ എല്ലാ തരത്തിലും അവളെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തതാണ്. ഒത്തിരി തെറ്റുകളും വീഴ്ചകളും വന്നു കയറിയ കാലം മുതൽ അവളിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കണ്ടില്ല എന്ന് നടിക്കുക മാത്രമല്ല, അവളെ സപ്പോർട്ട് ചെയ്ത് അവൾക്ക് ഒരു കുറവും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഒരമ്മായിയമ്മയായിട്ടല്ല, അമ്മയായിട്ടാണ് ഞാൻ അവളുടെ മുൻപിൽ നിന്നത്. എന്നിട്ടും അവൾ ചതിച്ചു. എനിക്കിത് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇനി ഒരു നിമിഷം പോലും എൻ്റെ മരുമകളായിട്ട് എനിക്ക് അവളെ അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയില്ല. ഉടൻ തന്നെ അജയേട്ടൻ ഇതിനകത്തൊരു തീരുമാനമുണ്ടാക്കണം. ഇതെല്ലാം കേട്ടതിന് ശേഷം അജയൻ ജാനകിയോട് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എവിടെ നിന്റെ പ്രിയപ്പെട്ട മരുമകൾ അനാമിക? അവൾ രാവിലെ പോയതാണ് അജയേട്ട, ഇതുവരെയും ഇവിടെ എത്തിയിട്ടില്ല. ഒരുപക്ഷെ ഹോട്ടലിൽ നിന്നും അവളെ പറഞ്ഞു വിട്ടപ്പോൾ നേരെ അവൾ അവളുടെ വീട്ടിലേക്കായിരിക്കും പോയിരിക്കുന്നത്. എന്തായാലും അഹങ്കാരി ഇങ്ങ് വന്നു കയറട്ടെ, ഇന്നോടുകൂടി ഇവിടുത്തെ പൊറുതി ഞാൻ അവസാനിപ്പിക്കും. ജാനകി, നീ ഇങ്ങനെ അവിവേകം കാണിക്കരുത്. തൽക്കാലം അവൾ വരട്ടെ, നീ ഇതറിഞ്ഞ ഭാവം പോലും നടിക്കരുത്. എന്തിന് ഇത്രയും വലിയൊരു തോന്നിവാസം കാണിച്ച ഒരുത്തിയെ ഇനിയും എൻ്റെ മരുമകളായിട്ട് ഇവിടെ സ്വീകരിക്കാനോ? അവളുടെ മുൻപിൽ എല്ലാം അറിഞ്ഞിട്ട് ഒന്നും അറിയാത്തതുപോലെ പഴയ സ്നേഹഭാവം ഞാൻ അഭിനയിക്കാനോ? എനിക്കങ്ങനെ അഭിനയിച്ച് ശീലമൊന്നുമില്ല ചേട്ടാ, എനിക്കത് പറ്റുന്ന കാര്യമല്ല. ജാനകി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇപ്പോൾ ഈ വിഷയം അവളോട് ചോദിക്കുകയോ ഇതിനകത്ത് എന്തെങ്കിലും ഒരു തീരുമാനം നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് നമ്മളുടെ മോനെ തന്നെയായിരിക്കും. ഒരു പക്ഷേ അനിയെ അവൾ കൊല്ലാനും മടിക്കില്ല. ഞാൻ പണ്ടേ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, അവൾ ഈ അനന്തപുരി തറവാട്ടിലേക്ക് വന്നു കയറിയത് അനിയുടെ ഭാര്യയാകാൻ വേണ്ടി അല്ല എന്ന്. അവൾക്ക് അവളുടെ മനസ്സിലെ ലക്ഷ്യങ്ങൾ വേറെ പലതുമായിരുന്നു. അത് പലതും നേടിയെടുക്കാതെ അവൾ ഇവിടുന്ന് പോവില്ല. അതുകൊണ്ട് തന്നെ നമ്മളും ബുദ്ധിപരമായിട്ട് മാത്രമേ കാര്യങ്ങൾ നീക്കാവൂ. എന്തായാലും ജയേട്ടൻ വന്നിട്ട് ജയേട്ടനോടും അച്ഛനോടും ആദർശനോടുമൊക്കെ ഞാൻ ഈ വിഷയമൊന്ന് സംസാരിക്കട്ടെ. എല്ലാവരോടും സംസാരിച്ചതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്താം. നന്ദുവും ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ടൊരു സഹായം നന്ദുവിന്റെ ഭാഗത്തു നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദു തന്നെയാണല്ലോ ഈ കേസ് പിടിച്ചത്. ഇതൊക്കെ പറഞ്ഞിട്ട് അജയൻ ജാനകിയെ തൽക്കാലത്തേക്കൊന്ന് ശാന്തമാക്കുകയാണ്. തുടർന്ന് കാണുന്നത് അഭിയെയും നവ്യയുമാണ്. നവ്യയെ സ്നേഹം കൊണ്ടങ്ങ് പൊതിയുകയും ഒപ്പം നയനയ്ക്കും ആദർശനുമെതിരായിട്ട് മാക്സിമം വിഷം തൻ്റെ ഉള്ളിലേക്ക് കുത്തി കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അഭി പറയുന്നുണ്ട്, നവ്യെ, അന്ന് നന്ദുവിൻ്റെ പാർട്ടിക്ക് വേണ്ടി നമ്മൾ ആ വീട്ടിലേക്ക് പോയില്ലേ? അന്ന് നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോകുന്നതിൽ നിന്റെ അച്ഛനും അമ്മയ്ക്കും കാര്യമായിട്ട് വിഷമമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അവരൊന്നും മനസ്സിലാക്കണം, എങ്ങനെയാണ് ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യൻ്റെയും അയാളെ 100% സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ത്രീയുടെയും കൂടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക? അത് നിസ്സാരമായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ അല്ലല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായിരുന്നു നന്ദുവിൻ്റെ സന്തോഷത്തിന് വേണ്ടി നടത്തിയ ആ പാർട്ടി. അവിടെ നിന്നും ഭക്ഷണം കഴിക്കാതെ ഞാൻ ഇറങ്ങി വരുമ്പോൾ നിന്റെ അച്ഛനും അമ്മയ്ക്കും വളരെ കൃത്യമായിട്ടൊരു മെസ്സേജ് നൽകണം എന്ന ചിന്തയിൽ തന്നെയാണ് ഞാൻ പുറത്തേക്ക് വന്നത്. എടാ, എനിക്കതൊക്കെ അറിയാം. അതിന് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, നീ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അതിനുശേഷം നമ്മൾ ആ വീട്ടിൽ ചെന്നപ്പോൾ മുൻപുണ്ടായിരുന്നതുപോലെ എന്നോടൊരു പരിഗണനയും സ്നേഹവും ഒന്നും നിന്റെ അച്ഛനും അമ്മയും കാണിച്ചില്ല. എന്തോ ഒരു അവഗണന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതെൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. അഭി, നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നതാണ്. എന്തിനാണ് ആവശ്യമില്ലാത്ത നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഒരു സമയത്ത് അവർ ആദർശേട്ടനെ തലയിൽ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു.
ഇപ്പോൾ എന്തായാലും വെറുക്കാവുന്നതിന്റെ പരമാവധി ആദർശേട്ടനെ അവർ വെറുത്തു കഴിഞ്ഞു. ഇപ്പോൾ ആ സ്ഥാനത്ത് നിന്നെയാണ് അവർ കാണുന്നത്. നിന്നെക്കുറിച്ച് അവരുടെ മനസ്സിൽ തെറ്റായ ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. അല്ലറ ചില്ലറ കുഴപ്പങ്ങളൊക്കെ നീ കാണിച്ചിട്ടുമുണ്ടല്ലോ. പക്ഷേ ആദർശേട്ടന്റെ തലയിൽ നിന്നെടുത്ത് താഴെ ഇട്ട് കഴിഞ്ഞപ്പോൾ പകരം അവിടേക്കിപ്പോൾ എന്റെ ഭർത്താവിനെയാണ് കയറ്റി വെച്ചിരിക്കുന്നത്. അതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നീ വെറുതെ ആവശ്യമില്ലാതെ അതും ഇതും ചിന്തിച്ച് തല പൊണ്ണാക്കണ്ട. ഇനിയിപ്പോൾ പഴയ രീതിയിൽ അയാളെ എൻ്റെ അച്ഛനും അമ്മയും സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചന്തുമോൾ എന്നുള്ള കൊച്ച് അയാളുടെ അല്ല എന്ന് അയാൾ തെളിയിക്കണം. അതെങ്ങനെയാ നവ്യ അയാൾ തെളിയിക്കുന്നത്? അയാളുടെ കൊച്ചായതുകൊണ്ട് തന്നെയല്ലേ ഇവിടെ എല്ലാവരുടെയും മുൻപിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്തുകളെല്ലാം ഏറ്റെടുക്കുവാൻ തയ്യാറായിക്കൊണ്ട് അത് എൻ്റെ കൊച്ചു തന്നെയാണ് എന്ന് അയാൾ തുറന്നു പറഞ്ഞത്. നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും മുൻപിലും അവരത് തുറന്നു പറഞ്ഞു. നിന്റെ അനിയത്തിയാണെങ്കിൽ സ്വന്തം മകളായിട്ട് ഏറ്റെടുക്കുകയും വളർത്തുകയും താലോലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ഓർത്തു നോക്കിക്കേ, ഈ കാലത്ത് നിസ്സാര നിമിഷങ്ങൾ കൊണ്ട് ഒരു DNA ടെസ്റ്റിൽ കൂടി ആ കൊച്ചിന്റെ പിതൃത്വം തെളിയിക്കാൻ അയാൾക്ക് പറ്റും. അയാളല്ല ആ കൊച്ചിന്റെ അച്ഛനെന്നുണ്ടെങ്കിൽ അയാൾക്കത് തെളിയിക്കരുതായിരുന്നോ? എന്തുകൊണ്ടാണത് തയ്യാറാകാത്തത്? അയാൾ തന്നെയാണ് കള്ളൻ. അതുകൊണ്ടാണ്. അയാൾ അത് ഏറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും DNA ടെസ്റ്റിന് വേണ്ടി ആവശ്യപ്പെട്ടാലോ ആ സമയത്ത് പിടിക്കപ്പെടും. അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കണ്ട എന്ന് കണ്ടിട്ട് തന്നെയാണ് അയാൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തത്. അപ്പോൾ വീണ്ടും നവ്യ പറയുകയാണ്, എന്നാലും എൻ്റെ അനിയത്തെ ഒന്ന് സമ്മതിക്കണം നയന. അവൾക്ക് ഇതെല്ലാം അറിയാം. എല്ലാം അറിഞ്ഞിട്ടും അവൾ അയാളെ സ്നേഹിച്ചിപ്പോഴും കൂടെ നടക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. അല്ലെങ്കിലും അവൾക്ക് കുറച്ച് ക്ഷമാശീലമൊക്കെ കൂടുതലാണ്. ഈ സ്ഥാനത്ത് ഞാനെങ്ങാണമായിരുന്നെങ്കിൽ അയാളുടെ തല തല്ലിപ്പൊട്ടിച്ച് അയാളെ കൊന്നു കളഞ്ഞിട്ട് ജയിലിലോട്ട് അങ്ങനെ അങ്ങ് പോയേനെ. അത് കേൾക്കുമ്പോഴേക്കും അബിയൊന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് മുഖത്ത് ആ ഭാവം ഒന്നും കാണിക്കാതെ പറയുകയാണ്, നവ്യെ, നീ കരുതുന്നത് പോലെയല്ല. ലോകത്ത് ഒരു ഭാര്യയ്ക്കും ക്ഷമിക്കാനും പൊറുക്കാനും പറ്റാത്ത കാര്യമാണ് ആദർശേട്ടൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിന്റെ അനിയത്തി ക്ഷമയുടെ മൂർത്തിഭാവമായതുകൊണ്ടൊന്നും അല്ല കൂടെ നിൽക്കുന്നത്. അവളുടെ ഉദ്ദേശവും വേറെ തന്നെയാണ്. അവൾക്കും അനന്തപുരിയിലെ സ്വത്താണ് പ്രധാനപ്പെട്ട വിഷയം. ഈ ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ അയാളെ വിട്ടിട്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നഷ്ടം സംഭവിക്കുന്നത് നയനയ്ക്ക് മാത്രമാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അതാണ്, അവൾ പഠിച്ച കള്ളിയാണ്. എന്നാൽ പോലും നിന്റെ അനിയത്തി നയനയ്ക്ക് എത്ര കാലം ഈ അവസ്ഥയിൽ തുടരാൻ കഴിയും എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഏത് നിമിഷവും തളർന്നു കിടക്കുന്ന അവസ്ഥയിൽ നിന്നും ആ അനഘ എന്ന് പറയുന്നവൾ ചിലപ്പോൾ എഴുന്നേറ്റ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ എഴുന്നേറ്റ് വന്നാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നതൊക്കെ മഹാ കോമഡി ആയിരിക്കും. എന്ന് വെച്ചാൽ അവളായിരിക്കും തുടർന്ന് ആദർശേട്ടന്റെ ശരിക്കുമുള്ള ഭാര്യ. ആദർശേട്ടനിൽ നിന്നും നിന്റെ അനിയത്തിക്ക് ഒരു കുഞ്ഞിനെ പോലും ലഭിച്ചിട്ടില്ലാത്തതിനാൽ വെറും കൈയോടുകൂടി അനന്തപുരി വിട്ട് പോകേണ്ടിയും വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവത്തിന്റെ ഓരോരോ കളികളെ അവരവർ വിതയ്ക്കുന്നത് അവരവർ തീർച്ചയായിട്ടും കൊയ്യും. ഓരോരുത്തര് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇത് പറഞ്ഞിട്ട് അബി ആ മുറിയിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ്. ഈ കാഴ്ചയും കണ്ടുകൊണ്ട് അല്പമല്ലാത്ത സങ്കടത്തോടുകൂടി നവ്യ കട്ടിലിൽ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. തുടർന്ന് കാണുന്നത് അബി പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. താൻ പുറത്തേക്ക് പോകുന്ന സമയത്ത് ജ്വല്ലറിയിൽ നിന്നും പഴയ സ്വർണ്ണപ്പണിക്കാരൻ അബിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ആ ഫോൺ കോൾ കണ്ട മാത്രയിൽ അബിക്ക് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. ഫോണിലേക്ക് നോക്കിയിട്ട് അബി പറയുകയാണ്, ഇവൻ എന്തിനാണ് ഈ സമയത്ത് ഇങ്ങോട്ട് വിളിക്കുന്നത്? അവനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ് ആവശ്യമില്ലാതെ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തരുതെന്ന്. അവൻ്റെ കാര്യം നോക്കിയാൽ പോരെ. ഇത് പറഞ്ഞിട്ട് ചുറ്റുപാടുകളിലേക്ക് അബി ഒന്ന് പരതി നോക്കുന്നുണ്ട്. എന്നിട്ട് ആ ഫോണുമായിട്ട് അവിടുന്ന് പെട്ടെന്ന് സുരക്ഷിതമായൊരു സ്ഥാനത്തേക്ക് നടന്നു നീങ്ങുകയാണ്. എന്നാൽ അബിയുടെ ഫോണിലേക്ക് ഈ കോള് വരികയും അബി ഫോൺ അറ്റൻഡ് ചെയ്യാതെ തന്നെ ചുറ്റുപാടുകൾ വീക്ഷിച്ചിട്ട് മാറിപ്പോവുകയും ചെയ്യുന്നതൊക്കെ മൂർത്തി സാർ ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് എന്തോ ഉടായ്പുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പതിയെ അബി കാണാതെ മുത്തശ്ശൻ ചെന്ന് അബിയുടെ പിൻപിൽ മറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ താൻ കേൾക്കുന്നത് കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് അബി ചോദിക്കുന്നതാണ്, എൻ്റെ പൊന്നു ചേട്ടാ, ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ഇങ്ങനെ കൂടെ കൂടെ വിളിച്ച് ശല്യപ്പെടുത്തരുതെന്ന്. എന്ത് പറയാനാണ് നിങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്? ഉടനെ അയാൾ അവിടെ നിന്ന് തിരികെ സംസാരിക്കുന്നതാണ് കാണുന്നത്. എൻ്റെ സാറേ, എനിക്കൊരു സമാധാനവുമില്ല. രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എൻ്റെ സ്ഥിതി ഓരോ ദിവസവും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യത്തിലും എനിക്ക് ശ്രദ്ധിക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ കൂടെ കൂടെ ചോദിക്കുന്നുണ്ട് എനിക്ക് എന്താ സംഭവിച്ചത്, ഏതെങ്കിലും ആശുപത്രിയിൽ പോകണം, ഡോക്ടറെ കാണണമെന്നൊക്കെ. ഓരോ നിമിഷവും ഞാൻ ഭയപ്പെട്ടാണ് നടക്കുന്നത്. സാറേ, എന്തായി കാര്യങ്ങൾ? എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ? അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്യത്തേ ഉള്ളൂ. അത് കേൾക്കുമ്പോൾ അബി പറയുകയാണ്, എടോ, ആത്മഹത്യ ചെയ്യാൻ പോകുന്നവരൊന്നും ഇത് നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞിട്ട് നടക്കില്ല. തനിക്ക് ചാകണമെങ്കിൽ താൻ പോയെങ്കിൽ ചാകരുതോ? എന്തിനാ എന്നെ വിളിച്ച് ശല്യം ചെയ്യുന്നേ? ഞാൻ തന്നോട് പല ആവർത്തി പറഞ്ഞു തനിക്ക് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല, കാര്യങ്ങളെല്ലാം ഞാൻ മാനേജ് ചെയ്തോളാമെന്ന്. തനിക്കറിയില്ലേ, ലക്ഷക്കണക്കിന് രൂപയാണ് പോലീസ് ചോദിക്കുമ്പോൾ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മൂർത്തീസ് ജ്വല്ലറിയിൽ ഒരന്വേഷണത്തിനും പോലീസുകാർ വരാതിരിക്കുന്നത്. തന്നോട് ഇതൊക്കെ ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്. എടോ, താൻ സമാധാനമായിട്ടിരിക്കും. ഈ കേസിനകത്ത് ഒരു ചുക്കും സംഭവിക്കത്തില്ല. ഇത് അന്വേഷിക്കാൻ ആരും വരുത്തുമില്ല. ആ കാര്യത്തിൽ തനിക്ക് എന്നെ വിശ്വസിക്കാം. സാറേ,
സാർ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എൻ്റെ മാനസികാവസ്ഥ അത് സാറിന് പറഞ്ഞാൽ മനസ്സിലാകില്ല. എനിക്കൊരു കുടുംബമുണ്ട് സാറേ. മാത്രവുമല്ല, ഞാൻ എൻ്റെ സ്വന്തം അച്ഛനെ പോലെ കരുതിയിരുന്ന ഒരാളാണ് മൂർത്തി സാർ. ആ മൂർത്തി സാറിനോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുവാൻ വേണ്ടി ഞാൻ കൂട്ടുനിന്നല്ലോ എന്ന് ഓർക്കുന്നതിൻ്റെ കുറ്റബോധം എന്നെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എടോ, ഇങ്ങനെയുള്ള സെന്റിമെന്റ്സുമായിട്ടൊന്നും ജീവിച്ചിരിക്കാൻ പറ്റിയ കാലഘട്ടമല്ലിത്. ജീവിക്കണമെന്നുണ്ടെങ്കിൽ പണം വേണം. അതിന് ആണുങ്ങളെപ്പോലെ ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും ചെയ്യണം. താൻ എന്നെ സഹായിച്ചു. അതിന് താൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരി തനിക്ക് നല്ലൊരു തുക ഞാൻ തരികയും ചെയ്തു. അതിനകത്ത് താൻ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. താൻ ഫോൺ കട്ട് ചെയ്തിട്ട് രാവിലെ പണിയാനുള്ള ഉരുപ്പടി എടുത്തു വെച്ച് പണിയാൻ നോക്ക്. ഇത് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് അബി. അബിയുടെ നാവിൽ നിന്ന് തന്നെ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ കോപം കൊണ്ടങ്ങ് ജ്വലിക്കുകയാണ്. എങ്കിലും അബിയുടെ കണ്ണിന്റെ മുൻപിൽ പെടാതെ താൻ മാറി നിൽക്കുന്നു. അബി മടങ്ങിപ്പോയതിനു ശേഷം കോപത്തോടുകൂടി വിറച്ചാണ് അദ്ദേഹം മുറിക്കകത്തേക്ക് കയറി ചെല്ലുന്നത്. മൂർത്തി സാറിന്റെ വരവും മുഖഭാവവും ഒക്കെ കാണുമ്പോൾ വസുന്ധരാമ്മ ചോദിക്കുന്നുണ്ട്, എന്താ, എന്തുപറ്റി? വളരെ ശാന്തനായിട്ടാണല്ലോ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി അങ്ങോട്ട് പോയത്. ഇപ്പോഴെന്തു പറ്റി? ഓ, ഒന്നുമില്ല വസുന്ധരെ, ഞാൻ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിലാണ്. നീ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം ഇങ്ങെടുത്തേ. അല്ലെങ്കിൽ വേണ്ട, ഇയാൾക്ക് വയ്യാത്തതല്ലേ. ഞാൻ നയനമോളെ വിളിക്കാം. ഇത് പറഞ്ഞിട്ട് ഉടൻ തന്നെ നയനെ വിളിക്കുകയാണ്. അത് കേട്ടുകൊണ്ട് നയന വേഗം മുറിയിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തുപറ്റി മുത്തശ്ശ? എന്തിനാ എന്നെ വിളിച്ചത്? അത് പിന്നെ മോളെ, എനിക്ക് കുടിക്കാൻ ഒരിച്ചിരി വെള്ളം വേണം. അല്ല, മുത്തശ്ശന്റെ മുഖമൊക്കെ കണ്ടിട്ട് വല്ലാതിരിക്കുന്നല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ മുത്തശ്ശ? എന്തെങ്കിലും വയ്യാഴികയാണോ? നമുക്ക് ആശുപത്രി പോണോ? വേണ്ട മോളെ, ആശുപത്രി പോകാൻ തക്കവണ്ണം ശാരീരിക പ്രശ്നമൊന്നും എനിക്കിപ്പോൾ ഇല്ലല്ലോ. എൻ്റെ പ്രശ്നമൊക്കെ മനസ്സിനാണ്. അയ്യോ, മുത്തശ്ശൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? മുത്തശ്ശന്റെ മനസ്സിനാണ് പ്രശ്നമെന്നോ? മനസ്സിന് അങ്ങനെ വലിയ പ്രശ്നമുണ്ടാകാൻ തക്കവണ്ണം ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? ആ, ഓരോ ദിവസം കടന്നു പോകും തോറും ഓരോരോ കാര്യങ്ങൾ പുതുതായി സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നത്തിനുള്ള മറുപടി ഇന്ന് വെളിപ്പെട്ടു. അതങ്ങനെ ആയിരിക്കരുത് എന്ന് ഞാൻ വളരെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ എൻ്റെ മനസ്സിലെ സംശയം പോലെ തന്നെ കാര്യങ്ങളെല്ലാം വന്നു ചേർന്നു. എന്താ മുത്തശ്ശ, എന്തുപറ്റി? എന്താണ് ഇപ്പോൾ പ്രത്യേകിച്ച് സംഭവിച്ചത്? അത് മോളെ, ഞാൻ പറയേണ്ട ആൾക്കാരോട് പറഞ്ഞോളാം. മോൾ എനിക്ക് ആദ്യം കുറച്ച് വെള്ളം കുടിക്കാൻ എടുത്തുകൊണ്ടെത്താ. ഇത് കേൾക്കുകയും പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയിട്ട് നയന ഒരു ജാറ് നിറച്ച് വെള്ളവുമൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. തുടർന്ന് വെള്ളം കുടിച്ചിട്ട് മുത്തശ്ശൻ പറയുകയാണ്, മോളെ എത്രയും പെട്ടെന്ന് നന്ദുവിനെ ഒന്ന് ഫോൺ ചെയ്ത് നന്ദു മോൾ ഇവിടെ വരെ ഒന്ന് വരാൻ പറ. എനിക്ക് ആ കുട്ടിയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മുത്തശ്ശൻ എന്താ പറ്റിയത്? ഒന്ന് തുറന്നു പറ. ഇല്ല മോളെ, നന്ദു കൂടി വരട്ടെ, അവളോട് ഞാൻ സംസാരിക്കാം. മോള് പറഞ്ഞതുപോലെ ചെയ്. ഉടനെ തന്നെ നയന ഫോൺ എടുത്തിട്ട് നന്ദുവിനെ വിളിക്കുന്നുണ്ട്. നയനയുടെ കോള് നന്ദുവിൻ്റെ ഫോണിലേക്ക് എത്തുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നല്ല തിരക്കിലാണ് നന്ദു ആയിരിക്കുന്നത്. നന്ദു പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി, എന്തു പറ്റി? മോളെ, നീ അത്യാവശ്യമായിട്ട് ഇവിടെ വരെ ഒന്ന് വരണം. മുത്തശ്ശന് നിന്നോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്. മുത്തശ്ശന് സംസാരിക്കാനുണ്ടെന്നോ? എന്തു പറ്റി ചേച്ചി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നും മുത്തശ്ശൻ പറയുന്നില്ല. മോളോട് മാത്രമേ പറയുള്ളൂ എന്നോ പറയുന്നത്. അതുകൊണ്ട് മോൾ ഇങ്ങോട്ടേക്കൊന്ന് വരണം. അത് പിന്നെ ചേച്ചി, ഇവിടെ ഇപ്പോൾ നല്ല തിരക്കുള്ള സമയമാണ്. ഇപ്പോൾ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മോളെ. മുത്തശ്ശൻ വല്ലാത്ത അസ്വസ്ഥതയിലാണ്. മോളെ ഇപ്പോൾ തന്നെ കാണണമെന്നാണ് പറയുന്നത്. എന്തെങ്കിലും തക്കതായ കാരണമില്ലാതെ മുത്തശ്ശൻ അങ്ങനെ ശാഠ്യം പിടിക്കില്ല. ആ ശരി ചേച്ചി, ഫോൺ വെച്ചു, ഞാൻ ഇപ്പോൾ തന്നെ എത്താം. ഇത്രയും പറഞ്ഞിട്ട് നന്ദു ഉടൻ തന്നെ ജീപ്പിൽ കയറി അനന്തപുരിയിലേക്ക് പാഞ്ഞെത്തുകയാണ്. നന്ദു അവിടേക്ക് വരുമ്പോൾ അനന്തപുരി വീടിന്റെ വാതിൽക്കൽ തന്നെ അനാമികയും ജാനകിയും ജലജയും നിൽക്കുകയാണ്. പോലീസ് ജീപ്പ് അകത്തേക്ക് കയറി വരുന്നത് കണ്ടപ്പോൾ തന്നെ അനാമികയുടെ മുഖഭാവമൊക്കെ അങ്ങ് മാറി വല്ലാത്തൊരു പരിഭ്രമത്തോടു കൂടി നിൽക്കുകയാണ്. എന്നാൽ നന്ദുവാണ് അകത്തേക്ക് വന്നത് എന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും ജാനകിയുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമായി. നന്ദുവിനോട് പഴയ വെറുപ്പില്ല. മാത്രവുമല്ല, ജാനകിക്കിപ്പോൾ നന്ദുവിനോട് ഭയങ്കര സ്നേഹവുമാണ്. അതൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല, അത് പ്രകടിപ്പിക്കാനുള്ള അവസരവും ലഭിച്ചിട്ടില്ല. അപ്പോഴാണ് നന്ദു അവിടേക്ക് വരുന്നത്. ജലജയും അനാമികയും തൊട്ടടുത്ത് നിൽക്കുന്നു എന്നുള്ള ആ ചിന്ത പോലുമില്ലാതെ ഒരു വിടർന്ന ചിരിയോടുകൂടിയാണ് നന്ദുവിന്റെ മുഖത്തേക്ക് ജാനകി നോക്കുന്നത്. ഉടനെ അനാമിക ചോദിക്കുന്നുണ്ട്, ഇവളെന്തിനാണ് ആവശ്യമില്ലാതെ ഇവിടേക്ക് വരുന്നത്? കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് വന്നിട്ട് പോയതല്ലേ ഉള്ളൂ, ഇപ്പോൾ പിന്നെ എന്തിനാണ് വരുന്നത്? സംശയിക്കണ്ട, ഇവൾ അനിയെ കാണാൻ വേണ്ടി തന്നെയാണ് വരുന്നത്. ഇനിയിപ്പോൾ ഓരോരോ കാരണം പറഞ്ഞുകൊണ്ട് അവൾ നിരന്തരം ഇവിടെ കയറിയിറങ്ങും. ആർക്കും വരണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ, കാരണം അവളിപ്പോൾ പോലീസല്ലേ, അധികാരമുള്ളവളല്ലേ. ഇത് കേട്ടിട്ട് പെട്ടെന്ന് പരിസരബോധം വന്നിട്ടെന്ന പോലെ ജാനകി പെട്ടെന്ന് തന്റെ മുഖം കടന്തൽ കുത്തിയതുപോലെ അങ്ങ് വീർപ്പിക്കുകയാണ്. എന്നിട്ട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, എടി, നീ എന്തിനാണ് ഈ കൂടെ ഇങ്ങോട്ട് കയറി വരുന്നത്? നീ ഇവിടേക്ക് വരരുതെന്ന് ഞാൻ പല ആവർത്തി നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. എന്റെ മകനെ കൈക്കലാക്കാൻ വേണ്ടി തന്നെയല്ലേ നീ ഇവിടേക്ക് വരുന്നത്? ഉടനെ ജാനകിയുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് നന്ദു പറയുകയാണ്, അതെ, എന്റെ ചേച്ചിമാർ 2 പേരിവിടെയുണ്ട്.
അവരുടെ അമ്മായിയമ്മമാരോട് കാണിക്കുന്ന അതേ ബഹുമാനം തന്നെയാണ് ഞാൻ അനിയുടെ അമ്മയ്ക്ക് നൽകുന്നത്. നിങ്ങളുടെ മകനെ തട്ടിയെടുക്കുവാൻ വേണ്ടി എനിക്കിവിടെ അങ്ങനെ കയറി ഇറങ്ങേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇത്രയും കാലമായിട്ട് നിങ്ങൾക്കെന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഇപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നത് അതിൻ്റെ പിൻപിൽ കാരണമുണ്ടായിട്ട് തന്നെയാണ്, അല്ലാതെ നേരം പോക്കിന് ഇങ്ങോട്ട് വന്നതല്ല. ഇവിടെ എന്നെ വിളിക്കേണ്ട ആൾക്കാർ വിളിച്ചതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. ഇത്രയും പറഞ്ഞിട്ട് നന്ദു വീടിനുള്ളിലേക്ക് കയറി പോവുകയാണ്. തുടർന്ന് കാണുന്നത് മൂർത്തി സാറിന്റെ മുൻപിൽ നിൽക്കുന്ന നന്ദുവിനെയാണ്. നന്ദു ചോദിക്കുന്നുണ്ട്, മുത്തശ്ശ എന്തിനാണ് എന്നോട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത്? അത് മോളെ, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മോളോട് സംസാരിക്കാൻ വേണ്ടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങളെക്കുറിച്ച് മോൾക്ക് ചില സൂചനകൾ നൽകിയിരുന്നു. ഓർമ്മയുണ്ടല്ലോ അത്? ആ കേസിന്റെ അന്വേഷണത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ കൂടി പറയാനാണ് വിളിച്ചത്. ഇപ്പോൾ ഞാൻ മാനസികമായി വല്ലാത്തൊരു തളർച്ചയിലാണ്. അതിന്റെ കാരണം ഞാൻ സംശയിച്ചതൊക്കെ മൂർത്തീസ് ജ്വല്ലറിയിൽ നടന്നു എന്നുള്ളതാണ്. പോലീസ് മൂർത്തീസ് ജ്വല്ലറി വഴി സ്വർണം കള്ളക്കടത്ത് നടത്തി എന്നുള്ളൊരു കേസുമായി വന്നപ്പോൾ ആദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ ഫീൽഡിൽ കണ്ടമാനം കോമ്പറ്റീഷൻ ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ ശത്രുക്കൾ ആരെങ്കിലും കെട്ടിച്ചമച്ച ഒരു കഥയായിരിക്കും എന്നായിരുന്നു. എന്നാൽ അന്ന് ഈ കേസ് അന്വേഷിച്ച SI എന്നോട് വളരെ കൃത്യമായി പറഞ്ഞു, മൂർത്തീസ് ജ്വല്ലറിയിലേക്ക് കള്ളക്കടത്ത് സ്വർണം എത്തിയിട്ടുണ്ട് എന്നുള്ളത്. പാരമ്പര്യമായി കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന ഈ ഒരു ബിസിനസ് സാമ്രാജ്യത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം സംഭവിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ഷോക്കായതാണ്. ആദർശ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇത്തരത്തിലുള്ള ഒരു കള്ളത്തരങ്ങൾക്കും അവൻ കൂട്ടു നിൽക്കുകയുമില്ല. എന്നെ പോലെ തന്നെ ആദർശ് 100% സത്യസന്ധനാണ്. പിന്നീട് എനിക്ക് സംശയമുണ്ടായിരുന്നത് അബിയെയാണ്. അതുകൊണ്ട് തന്നെയാണ് മോള് ചാർജ് എടുത്തപ്പോൾ ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. മോളതേക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിക്കുവാൻ ആരംഭിച്ചോ? എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? അത് പിന്നെ മുത്തശ്ശ, കാര്യമായിട്ട് അതിൻ്റെ പിൻപിലേക്ക് ഇറങ്ങാനുള്ള നേരം കിട്ടിയില്ല. വളരെയധികം തിരക്കുകൾ ഉണ്ടായിരുന്നു. 1-2 ദിവസങ്ങൾക്കുള്ളിൽ അതേക്കുറിച്ചുള്ള അപ്ഡേഷൻസ് ഞാൻ മുത്തശ്ശന് തരാം. വേണ്ട മോളെ, ഇനി അപ്ഡേഷൻ്റെ ഒന്നും ആവശ്യമില്ല. കാര്യങ്ങളെല്ലാം എൻ്റെ ചെവിയിൽ തന്നെ ഞാൻ കേട്ടിരിക്കുകയാണ്. കള്ളൻ കപ്പലിൽ തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അബിയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയിരിക്കുന്നത്. അബിയേട്ടനോ? അതെങ്ങനെ മുത്തശ്ശന് മനസ്സിലായി? അത് ഇന്ന് രാവിലെ അവൻ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നമ്മുടെ ജ്വല്ലറിയിലുള്ള പാവമൊരു പണിക്കാരനുണ്ട്, അയാളെ കൂടി അവനിതിനകത്ത് പെടുത്തി കളഞ്ഞിട്ടുണ്ട്. അയാളുടെ ഫോൺ കോൾ രാവിലെ വന്നിരുന്നു. അവൻ അയാളോട് കയർത്ത് സംസാരിക്കുന്നതൊക്കെ ഞാനിവിടെ മറഞ്ഞു നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ വെച്ച് താമസിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ വൈകിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും മൂർത്തീസ് ജ്വല്ലറി ഗ്രൂപ്പ് തന്നെ തകർച്ചയിലേക്കായിരിക്കും പോവുക. ഇനിയിപ്പോൾ എന്തൊക്കെയായിരിക്കും അവൻ ചെയ്തു കൂട്ടുവാൻ പോകുന്നത് എന്നുള്ളതും നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മോൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ മേൽ നടപടിയെടുക്കണം, അവനെ അറസ്റ്റ് ചെയ്യണം. മുത്തശ്ശൻ ഇത്രയും പറയുന്നത് കേൾക്കുമ്പോഴേക്കും നയനയും മുത്തശ്ശിയും നന്ദുവും ഒക്കെ ഒന്ന് ഞെട്ടുന്നുണ്ട്. തുടർന്ന് നയനയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് മുത്തശ്ശൻ പറയുകയാണ്, നയന മോളെ, ചില കടുത്ത തീരുമാനങ്ങളിലേക്ക് എനിക്ക് പോയേ പറ്റുകയുള്ളൂ. ഇത്രയുമൊക്കെ ഞാൻ കണ്ണടച്ച് മുൻപോട്ട് പോവുകയായിരുന്നു. ഈ തീരുമാനങ്ങൾ പലതും നവ്യയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. നവ്യയ്ക്ക് എന്തു വേണമെങ്കിലും തീരുമാനിക്കാം. അവൻ്റെ തെറ്റുകളെ പിന്താങ്ങിക്കൊണ്ട് അവനൊപ്പം നിൽക്കാം. അങ്ങനെയാണെങ്കിൽ അവനും നവ്യയും അനന്തപുരിക്ക് പുറത്തു പോകേണ്ടി വരും. ഒപ്പം ജലജയും. അല്ല, അവൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് ഈ വീട്ടിൽ തുടരാം. പക്ഷേ ഇനി ഒരിക്കലും അബിയും ജലജയും ഇവിടെ ഉണ്ടാവില്ല. തുടർന്ന് വീണ്ടും നന്ദുവിനോട് പറയുകയാണ്, മോൾ ഇപ്പോൾ തന്നെ സൈബർ സെല്ലുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ അബിയുടെ ഫോണിലേക്ക് വന്നിരിക്കുന്ന കോള് ഏത് പണിക്കാരൻ്റെതാണ് എന്ന് വ്യക്തമാക്കിയതിനു ശേഷം അയാളെ ചോദ്യം ചെയ്യുകയും അയാളെ കൊണ്ട് തന്നെ അബിയുടെ പേര് പറയിപ്പിക്കുകയും ചെയ്യണം. തുടർന്ന് എത്രയും വേഗത്തിൽ അബിയെ അറസ്റ്റ് ചെയ്യണം. എല്ലാം കേട്ടു നിന്നതിന് ശേഷം നന്ദു പറയുന്നുണ്ട്, ശരി മുത്തശ്ശ, ഇപ്പോൾ തന്നെ അതിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഏർപ്പാടാക്കാം. ഇത്രയും പറഞ്ഞതിനു ശേഷം നന്ദു വളരെ ദയനീയമായിട്ട് നയനയുടെയും മുത്തശ്ശിയുടെയും മുഖത്തേക്ക് നോക്കിയിട്ട് പതിയെ അനന്തപുരിയിൽ നിന്നും തിരികെ ഇറങ്ങിപ്പോവുകയാണ്. ഇനി കാണുവാൻ പോകുന്നത് നിർണായകമായ, പ്രേക്ഷകർ കാത്തിരുന്ന ആ ദൃശ്യങ്ങളാണ്. അതെ, അബി അറസ്റ്റ് ചെയ്യപ്പെടുവാൻ പോകുന്നു. മൂർത്തീസ് ജ്വല്ലറിയിൽ നടന്ന സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കഥ ചുരുളഴിഞ്ഞു പുറത്തു വരികയാണ്. അതിന്റെ തൊട്ടു പിന്നാലെ ചന്തുമോളുടെ അച്ഛൻ ആദർശ് ആയിരുന്നില്ല, അത് അബി തന്നെയാണ് എന്നുള്ള ആ ഞെട്ടിക്കുന്ന വാർത്തയും നവ്യ തിരിച്ചറിയുകയാണ്. കാത്തിരിക്കാം ആ ദൃശ്യങ്ങൾക്ക് വേണ്ടി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. ഒപ്പം ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.